ആ സമയത്ത് വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല. അങ്ങനെ എൻ്റെ ചാനൽ കുറേ നാൾ ആരും കാണാതിരുന്ന സമയത്ത് എനിക്ക് അതിനകത്തൊന്നും നമ്മൾ കുറേ നാളിങ്ങനെ ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നൊന്നും ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കപ്പ് ഒന്നും ഇല്ല എന്ന് കാണുമ്പോൾ നമ്മൾ വീണ്ടും ഡൗൺ ആയിപ്പോവും. അങ്ങനെ ഡൗൺ ആയിട്ട് ഞാൻ കുറേ നാൾ വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല. പിന്നെ ഞാനത് അവിടത്തെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ യൂട്യൂബ് അനുഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2019 സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ കുറേ നാൾ ഞാൻ യൂട്യൂബ് വീഡിയോസ് ഇടാതിരുന്നു. ആദ്യം ഒരു 3-4 മാസം ഞാൻ വീഡിയോസൊക്കെ ഇടുമായിരുന്നു. ആ സമയത്ത് വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല. അങ്ങനെ എൻ്റെ ചാനൽ കുറേ നാളിൽ ആരും കാണാതിരുന്ന സമയത്ത് എനിക്ക് അതിനകത്തൊന്നും നമ്മൾ കുറേ നാളിങ്ങനെ ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമുക്കതിൽ നിന്നൊന്നും ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കപ്പ് ഒന്നും ഇല്ല എന്ന് കാണുമ്പോൾ നമ്മൾ വീണ്ടും ഡൗൺ ആയിപ്പോവും. അങ്ങനെ ഡൗൺ ആയിട്ട് ഞാൻ കുറേ നാൾ വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല. പിന്നെ ഞാനത് അവിടത്തെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. കുറേ നാൾ വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഞാൻ കൊറോണയ്ക്ക് മുന്നേ തന്നെ കുറച്ച് നാൾ വീണ്ടും ഞാൻ അതിനകത്ത് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ട് ആ സമയത്തും വ്യൂസ് ഒന്നുമില്ല കേട്ടോ. വ്യൂസ് ആകെ കാണുന്നത് 10 പേര്, 20 പേര്, അല്ലെങ്കിൽ 5 പേര്. അതിനപ്പുറത്തേക്ക് ഒന്നും പോയിരുന്നില്ല. പക്ഷേ ഞാൻ നല്ല അടിപൊളിയായിട്ട് ആ സമയത്തൊക്കെ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ. അതായത് ആ സമയത്ത് ലാപ്ടോപ്പൊക്കെ വാങ്ങിക്കുകയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഈ ലാപ്ടോപ്പിന് ഉപയോഗമില്ലായിരുന്നപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിപ്പോയി. ഞാൻ വേറെ ഒന്നിനും ഉപയോഗിക്കാറില്ലായിരുന്നു, വീഡിയോസിന് വേണ്ടി മാത്രം ഞാൻ വാങ്ങിച്ചതായിരുന്നു. ലാപ്ടോപ്പ് കംപ്ലൈൻ്റ് ആയിപ്പോയി. അത് പിന്നെ കൊറോണ ആയി. ആ സമയത്തൊന്നും വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല. വീഡിയോസ് ഒന്നും ഇടാതിരുന്നിട്ട് പിന്നെ കുറേ നാളത്തേക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ, അത് സത്യമാണ്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പം വീണ്ടും എനിക്ക് ഇതുപോലെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നതിൻ്റെ പുറത്ത് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലെ കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി. പക്ഷേ ഇപ്പോഴും എൻ്റെ ചാനലിന് 20 അല്ലെ 30 വ്യൂസ്, അതിലപ്പുറത്തേക്ക് പോയിട്ടേ ഇല്ല കേട്ടോ. സീരിയസ്ലി ഞാൻ അപ്പം 5 വർഷമായി ഈ യൂട്യൂബിൽ ഈ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോഴും നമുക്ക് സപ്പോർട്ടിങ് ഇല്ല കേട്ടോ. അതായത് നമ്മുടെ സർക്കിളിൽ നിന്നുള്ളവർ മാത്രം ആദ്യം നമ്മൾ ആ പറയുന്ന സമയത്ത് മാത്രം കുറച്ച് പേര് കാണുമെങ്കിലും പിന്നീട് ആരും കാണാറില്ല, അല്ലെങ്കിൽ ആരും നോക്കാറൊന്നുമില്ല കേട്ടോ വീഡിയോസ്. നമ്മുടെ ആൾക്കാരെങ്കിലും കണ്ടാൽ മാത്രമല്ലേ നമുക്ക് പുറത്തുള്ളവരിലേക്ക് റെക്കമെൻഡേഷൻ പോവുള്ളൂ. പിന്നെ അങ്ങനെയായി കുറേ നാൾ ഉപയോഗിക്കാതിരിക്കാൻ. ഇപ്പോഴാണ് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഞാൻ ആഴ്ചയിൽ ഒരു ലോങ് വീഡിയോയും പിന്നെ അതുപോലെ ഷോർട്സും ഒക്കെ ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ജേർണി ഇതാണ്. പിന്നെ ആളുകൾ പറയുന്നുണ്ട് 4 മാസം കൊണ്ട് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ഉണ്ടായിന്ന്. അത് നമുക്ക് പോസിബിൾ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ഒരു മാസം കൊണ്ട് ഉണ്ടായി എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് ശുദ്ധ മണ്ടത്തരമാണത്. കുറേ നാൾ വെയിറ്റ് ചെയ്ത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഈ 5 വർഷം കൊണ്ട് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാമായിരുന്നു. എനിക്കത് സാധിച്ചില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, അല്ലാണ്ട് ആരെ ഹേർട്ട് ചെയ്യാനല്ല. പിന്നെ നമുക്കുണ്ടായ അനുഭവം നമ്മൾ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ യൂട്യൂബ് ജേർണി. അപ്പോൾ എൻ്റെ ചാനൽ സോഫിയാസ് വേൾഡ് എന്നുള്ള ചാനലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം, ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു റെസിപ്പിയും അതുപോലെ തന്നെ പുതിയ വ്ളോഗും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം.